വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഇന്ന് ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ ഡേറ്റ് ഷേക്ക്, ഷാർജ ഷേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ആപ്പിൾ ഡേറ്റ് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 250 ml ആണ്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുത്ത ആപ്പിളല്ല, ചെറിയൊരു പുളിയുണ്ട് ആപ്പിളിന്. അത് കാരണം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 9 ഈന്തപ്പഴം കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ആദ്യം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം അടിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം ഞാനിത് മിക്സിയിൽ നല്ലവണ്ണം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അധികം തണുക്കാത്ത പാലായതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ഒരു 5 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി പാലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മുടെ ആപ്പിൾ ഡേറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈന്തപ്പഴം കുതിർത്താൻ വെക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് വേണം വെക്കാൻ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പോൾ നമുക്കിനി ഷാർജ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 250 ml പാലെടുത്തിട്ടുണ്ട്. ഒരു 1.5 റോബസ്റ്റ് പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 8 കാഷ്യൂനട്ട് കുതിർത്തി വെച്ചതാണിത്. ഐസ് ക്യൂബ് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നമുക്ക് അടിച്ചെടുക്കണം. ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാൽ ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. 5 രൂപയുടെ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയാൻ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്താൻ വെച്ചത്. നമുക്കിതൊന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇപ്പം നമ്മുടെ ഇവിടെ ഷാർജ ഷേക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ്ക്രീം ചേർക്കുന്നില്ല. നമുക്കിതിലേക്ക് ചെറുതായിട്ട് ബൂസ്റ്റ് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ക്രഷ് ചെയ്ത് നമുക്ക് ചെറുതായി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. 2 ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഷേക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.